കേരളത്തിലെ ഏറ്റവും ശക്തമായ പോരാട്ടം നടന്ന മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, അത് പേരാമ്പ്ര മണ്ഡലം തന്നെയാണ്. UDFിലെ ഫാത്തിമ തെഹ്ലിയ എന്ന MSFന്റെ പെൺകുട്ടി അതിശക്തമായി പോരാട്ടം നയിച്ചതുകൊണ്ടുകൂടിയാണ് പേരാമ്പ്ര മണ്ഡലം എല്ലാവരുടെയും ഒരു ഉറ്റുനോക്കുന്ന മണ്ഡലമായി മാറിയത്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ വോട്ടുകൾ മാത്രമല്ല വോട്ടു പെട്ടികൾ വരെ ഇത്രയധികം ചർച്ചയാകുന്നതും. പേരാമ്പ്രയിൽ സംഭവിക്കുന്നത് എന്തും വലിയ സംശയത്തോടും ആശങ്കയോടും തന്നെയാണ് കേരളം മുഴുവൻ നോക്കുന്നത് എന്നെല്ലാവർക്കും അറിയാം. കാരണം കേരളം ഭരിക്കുന്ന ഇടതുമുന്നണിയുടെ കൺവീനറായ TP രാമകൃഷ്ണൻ സിറ്റിംഗ് MLA, അദ്ദേഹം MSFന്റെ തീപ്പൊരി നേതാവായ ഫാത്തിമ തെഹ്ലിയോട് മത്സരിക്കുന്നത് തോൽക്കാനാണ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ അത്ര പെട്ടെന്ന് LDFും തയ്യാറാകില്ല. അതുകൊണ്ട് തന്നെ എല്ലാ അടവും പയറ്റും എല്ലാ കളികളും കണ്ടു ആ മണ്ഡലത്തിൽ. ഷാഫി പറമ്പിൽ അവിടെ MP ആണ്. ആ ഷാഫി പറമ്പിൽ ശൈലജ ടീച്ചറെ തോൽപ്പിക്കുമെന്നായപ്പോൾ ഉണ്ടാക്കിയ സ്ക്രീൻഷോട്ട് പോലെ എല്ലാ പരിപാടികളും അങ്ങ് പൊങ്ങി വന്നു. അങ്ങനെ ഇത്രയ്ക്കും അപകടകരമായ ഒരു മണ്ഡലമാണ് പേരാമ്പ്ര എന്നറിഞ്ഞിട്ടും ആ മണ്ഡലത്തിൻ്റെ സ്ട്രോങ് റൂം തന്നെ എന്തിനു തുറന്നു? അതാണ് ചോദ്യം. അഥവാ അങ്ങനെ അത്യാവശ്യമായി തുറക്കാനുണ്ടായിരുന്നുവെങ്കിൽ അതിൻ്റെ A to Z നിയമങ്ങൾ, പ്രോട്ടോക്കോളുകൾ എല്ലാം പാലിക്കേണ്ടതായിരുന്നു. ഇതൊന്നും പാലിക്കാതെ അവിടെ ബാഗ് മറന്നു വെച്ചുവെന്നും അല്ലെങ്കിൽ ഡയറി മറന്നുപോയി എന്നും പറഞ്ഞ് തുറക്കുന്നത് അത് തോന്നിയാസം തന്നെയാണ്. അതുകൊണ്ട് കോഴിക്കോട്ടെ സ്ട്രോങ് റൂമിലെ മെറ്റീരിയൽ റൂം തുറന്ന സംഭവത്തിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കലക്ടർക്കെതിരെ UDF നാളെ കോടതിയെ സമീപിക്കുകയാണ് ഫാത്തിമ തെഹ്ലിയയുടെ നേതൃത്വത്തിൽ. പേരാമ്പ്രയിലെ ഗുരുതരമായ വീഴ്ച വ്യക്തമായിട്ടും റിട്ടേണിംഗ് ഓഫീസർക്കെതിരെ കലക്ടർ നടപടിയെടുത്തില്ല എന്നുള്ളതാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. ഇങ്ങനെ എല്ലാത്തിനും വിട്ടുവീഴ്ച ചെയ്തതാണ് ഇപ്പോൾ ഉത്തരേന്ത്യയിലെല്ലാം EVM തന്നെ കൊണ്ടുപോയി മാറ്റിവെച്ച് തെരഞ്ഞെടുപ്പ് ഫലം തന്നെ അട്ടിമറിക്കുന്നത് എന്നുള്ളതുകൊണ്ട് കേരളത്തിൽ നിന്നും തുടങ്ങുകയാണ് UDF പോരാട്ടം. അതായത് പേരാമ്പ്ര നിയമസഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിക്കുന്ന കോഴിക്കോട്ടെ വെള്ളിമാടുകുന്ന് JDT ഇസ്ലാം കൺവെൻഷൻ സെൻറ്ററിലെ സ്ട്രോങ് റൂമുകൾ അനുമതിയില്ലാതെ തുറന്നു എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും ഇതിന് നടപടിയില്ലാതെ പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കുകയുമാണ് UDF നേതൃത്വം. എന്നാൽ തുറന്നത് സ്ട്രോങ് റൂം അല്ലെന്ന വാദവുമായി റിട്ടേണിംഗ് ഓഫീസർ രംഗത്ത് വന്നു. മെറ്റീരിയൽ റൂം തുറന്ന സംഭവത്തിൽ കോഴിക്കോട് ജില്ലാ കലക്ടർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടും നൽകി. പ്രധാന സ്ഥാനാർത്ഥികളെ അറിയിച്ച ശേഷമാണ് മെറ്റീരിയൽ റൂം തുറന്നത് എന്നും എന്നാൽ എല്ലാ സ്ഥാനാർത്ഥികളെയും അറിയിക്കാത്തത് മാത്രമാണ് ഇവിടെ ഉണ്ടായ പിഴവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളും സാധാരണ സ്ഥാനാർത്ഥികളുമെന്ന് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ കാണാൻ കഴിയുമോ? ഇനി ആരാണ് ജയിച്ചു വരുന്നത് എന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരാതെ ഒരു കലക്ടർക്ക് പറയാൻ കഴിയുമോ? ഒരു ഫോൺ കോൾ വഴി അറിയിക്കുന്നതാണോ ഇതിൻ്റെ ചട്ടം? അത് ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ മറ്റ് രേഖാമൂലമോ അറിയിക്കേണ്ടതായിരുന്നു. അങ്ങനെ ഇവർക്ക് തോന്നിയ പോലെ തുറക്കാനും തോന്നിയ പോലെ അടക്കാനും ഇത് ചായക്കടയല്ല എന്നുള്ളൊരു ബോധ്യം ഇനിയുള്ളവർക്കെങ്കിലും ഉണ്ടാകണമെങ്കിൽ ഇതിൽ നടപടി ഉണ്ടായേ പറ്റൂ. സാധാരണയായി മെറ്റീരിയൽ റൂം സ്ട്രോങ് റൂമിന് സമീപം വെക്കാറില്ലെന്നും അതാണ് ഈ തെറ്റിദ്ധാരണക്കിടയാക്കിയതെന്നും ജില്ലാ കലക്ടർ പറയുമ്പോൾ മെറ്റീരിയൽ റൂം തുറക്കാൻ അനുമതി കൊടുക്കാൻ പാടില്ലായിരുന്നു. അതും പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന പേരാമ്പ്ര മണ്ഡലമായതുകൊണ്ട് ജാഗ്രത വേണമായിരുന്നു. മെറ്റീരിയൽ റൂമിനെ സ്ട്രോങ് റൂം എന്ന പേര് വച്ചതും അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതൊന്നും UDFുകാർ വെച്ചതല്ല എന്നിരിക്കെ എല്ലാം ഉദ്യോഗസ്ഥ തലത്തിൽ തെറ്റായതുകൊണ്ട് കോടതി കയറേണ്ടി വരും എന്നുള്ളതാണ് UDF നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്.